റഷ്യ നടത്തുന്ന ആക്രമണങ്ങൾക്കൊപ്പം അമേരിക്കയുടെ വാഗ്ദാന ലംഘനം കൂടിയായപ്പോൾ ആകെ തളർന്നു നിൽക്കുന്ന യുക്രൈന് ആശ്വാസം. തങ്ങളെ തകർത്തുകൊണ്ടിരിക്കുന്ന റഷ്യയുടെ സ്വത്തിൽ നിന്ന് തന്നെയുള്ള പണം ഉപയോഗിച്ച് നിലവിലെ സാമ്പത്തിക പ്രതിസന്ധിയെ നേരിടാൻ യുക്രൈന് അനുമതി ലഭിച്ചിരിക്കുകയാണ്. 2022 ഫെബ്രുവരിയിൽ യുക്രൈൻ സംഘർഷം രൂക്ഷമായതിനെ തുടർന്ന് പാശ്ചാത്യ രാജ്യങ്ങൾ മരവിപ്പിച്ച $300 ബില്യൺ റഷ്യൻ ആസ്തിയിൽ നിന്നാണ് $2.8 ബില്യൺ ഉപയോഗിക്കാൻ യുക്രൈന് ബ്രിട്ടൻ അനുമതി നൽകിയത്. യുക്രൈന് ഫണ്ട് നൽകാൻ അനുവദിക്കുന്ന കരട് നിയമത്തിന് യുക്രൈനിലെ മന്ത്രിമാരുടെ ക്യാബിനറ്റ് നേരത്തെ അംഗീകാരം നൽകിയിരുന്നു. G7 റവന്യൂ ആക്സിലറേഷന്റെ ഭാഗമാണ് ഈ പണം. എന്നാൽ റഷ്യയിൽ നിന്നും മരവിപ്പിച്ച ആസ്തികൾ ഇത്തരത്തിൽ ചെലവാക്കുന്നതിൽ G7 അംഗങ്ങൾ തന്നെ വിരുദ്ധാഭിപ്രായങ്ങളാണ് പ്രകടിപ്പിച്ചിട്ടുള്ളത്. ജർമ്മനി, ഫ്രാൻസ് ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ ഇതിൽ നിയമപരമായ ആശങ്കകൾ പ്രകടിപ്പിച്ചിട്ടുണ്ട്. എല്ലാത്തിനും പുറമെ റഷ്യ തന്നെ നേരിട്ട് പാശ്ചാത്യ രാജ്യങ്ങളുടെ ഇത്തരം നടപടികൾക്കെതിരെ രംഗത്ത് വന്നിരുന്നു. തങ്ങളുടെ സ്വത്തുക്കൾ ഇങ്ങനെ കണ്ടുകെട്ടി ദുരുപയോഗം ചെയ്യുന്നത് മോഷണമാണെന്നായിരുന്നു റഷ്യ ആരോപിച്ചിരുന്നത്. യുക്രൈനിലേക്ക് ഫണ്ട് എത്തിക്കാനുള്ള ശ്രമങ്ങൾക്കെതിരെ റഷ്യ നിയമ നടപടി സ്വീകരിക്കുമെന്ന മുന്നറിയിപ്പുമായി ക്രെംലിൻ വക്താവ് ദിമിത്രി പെസ്കോവ് രംഗത്തെത്തിയിരുന്നു. പാശ്ചാത്യ രാജ്യങ്ങളുടെ ഈ നടപടി എല്ലാ അന്താരാഷ്ട്ര മാനദണ്ഡങ്ങൾക്കും നിയമങ്ങൾക്കും വിരുദ്ധമാണെന്നാണ് അദ്ദേഹം ആരോപിച്ചത്. തങ്ങളുടെ സ്വത്തുക്കൾ തികച്ചും നിയമവിരുദ്ധമായാണ് മരവിപ്പിച്ചിരിക്കുന്നതെന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടി. മരവിപ്പിച്ച റഷ്യൻ ആസ്തികളിൽ നിന്ന് $1 ബില്യൺ അമേരിക്ക യുക്രൈനിലേക്ക് കൈമാറ്റം ചെയ്തിരുന്നു. അതിനെയും പെസ്കോവ് രൂക്ഷമായി വിമർശിച്ചു. റഷ്യയുടെ സ്വത്തും അവകാശങ്ങളും പാശ്ചാത്യ രാജ്യങ്ങൾ ദുരുപയോഗം ചെയ്യുന്നതിനെതിരെ റഷ്യ ശക്തമായി പ്രതികരിക്കുമെന്നാണ് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ മുന്നറിയിപ്പ് നൽകിയിരുന്നത്. കഴിഞ്ഞ വർഷവും മരവിപ്പിച്ച റഷ്യൻ ഫണ്ടുകളിൽ നിന്ന് തന്നെയാണ് യുക്രൈൻ $50 ബില്യൺ വായ്പ അനുവദിച്ചത്. അന്ന് യുക്രൈൻ പ്രതിരോധ മന്ത്രാലയം അറിയിച്ചതനുസരിച്ച് രാജ്യത്തിന്റെ വ്യോമ പ്രതിരോധത്തിനും ആയുധങ്ങളുടെയും സൈനിക ഉപകരണങ്ങളുടെയും അറ്റകുറ്റപ്പണികൾക്കും ഉൽപാദനത്തിനും വേണ്ടിയാണ് ഇത്തരത്തിൽ ലഭിക്കുന്ന ഫണ്ടുകൾ യുക്രൈൻ ഉപയോഗിക്കുന്നത്. ജാനുവരി 16 യുക്രൈന് പണം നൽകുന്നതിനായുള്ള നിയമനിർമ്മാണത്തിന് ബ്രിട്ടൻ അനുമതി നൽകിയിരുന്നു. ബ്രിട്ടനും യുക്രൈനും തമ്മിലുള്ള 100 വർഷത്തെ പങ്കാളിത്ത കരാറിന്റെ അടിസ്ഥാനത്തിലാണ് യുക്രൈന് പണം നൽകുന്ന നിയമനിർമ്മാണത്തിന് ബ്രിട്ടൻ അംഗീകാരം നൽകിയത്. 2022 ഫെബ്രുവരിയിൽ റഷ്യൻ യുക്രൈൻ സംഘർഷം രൂക്ഷമായിരുന്നു. ഇതേ തുടർന്നാണ് പാശ്ചാത്യ രാജ്യങ്ങൾ റഷ്യൻ സെൻട്രൽ ബാങ്കിന്റെ $300 ബില്യൺ ഫണ്ട് മരവിപ്പിച്ചത്. ബ്രസൽസ് ആസ്ഥാനമായുള്ള ക്ലിയറിംഗ് ഹൗസായ യൂറോ ക്ലിയറിലാണ് ഇതിൽ ഏകദേശം $213 ബില്യൺ. ഇതിൽ നിന്നും 1.55 ബില്യൺ യൂറോ, അതായത് $1.63 ബില്യൺ ക്ലിയറിംഗ് ഹൗസ് നേരിട്ട് യുക്രൈന് കൈമാറിയിട്ടുണ്ട്. ഒരു രാജ്യത്തിനെതിരെ ആക്രമണം നടത്താൻ ആ രാജ്യത്തിന്റെ തന്നെ സ്വത്തിൽ നിന്ന് കൈയിട്ട് വാരുന്നതിനപ്പുറം നാണക്കേടാണ് അങ്ങനെ കൈയിട്ട് വാരിയിട്ടും യുദ്ധത്തിൽ തോൽക്കേണ്ടി വരുന്നത്. മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ യുക്രൈൻ ഇപ്പോൾ നേരിടുന്ന എല്ലാ പ്രതിസന്ധികൾക്കും കാരണക്കാർ റഷ്യയാണ്. അങ്ങനെ നോക്കുമ്പോൾ റഷ്യ ഉണ്ടാക്കിയ പ്രതിസന്ധികളിൽ നിന്നും ദാരിദ്ര്യത്തിൽ നിന്നും കരകയറാൻ അവരുടെ തന്നെ പണം ഉപയോഗിക്കുന്നതിൽ തെറ്റില്ലെന്നും പറയാം.